ബഹുമാന്യനായ ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് 6 മിനിറ്റ് എടുക്കാം. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോ മൈക്കിൾ പ്രസംഗിച്ചപ്പോൾ മറ്റെല്ലാ MLA-മാരും സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി അദ്ദേഹം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കോട്ടയം പാർലമെൻറ്റ് ലോക്സഭാ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ ജോസ് കെ മാണിയുടെ ജോ മൈക്കിളിൻ്റെ പാർട്ടിയെ കനത്ത തോൽവി ജനങ്ങൾ കൊടുത്തുകൊണ്ട് ശക്തമായി തിരിച്ചടി നൽകി അവരെ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പരാജയം മാത്രമല്ല, ജോ മൈക്കിൾ അടക്കം അവരുടെ MLA-മാർ പ്രദാനം ചെയ്യുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10,000-കണക്കിന് വോട്ടുകൾക്ക് പിന്നിൽ പോവുകയും ഐക്യജനാധിപത്യ മുന്നണി ശക്തമായ വിജയം നേടിക്കൊണ്ട് ആ മണ്ഡലങ്ങളിൽ മുഴുവൻ വിജയക്കൊടി പാറിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. ഞാൻ പ്രദാനം ചെയ്യുന്ന കടുത്തുരുത്തി മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചപ്പോൾ 4,500 ആയിരുന്നെങ്കിൽ 11,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആ മണ്ഡലത്തിലും ഐക്യജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടി എന്നുള്ളത് സന്തോഷമുണ്ട്. 2019 താരതമ്യം ചെയ്യുമ്പോൾ 2019 ഉള്ള ഭൂരിപക്ഷവും അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് വിലയിരുത്തി കളയാം, ഒരു കുഴപ്പമില്ല. ഞാൻ LDF വന്നപ്പോഴും UDF വന്നപ്പോഴും ജയിച്ചിട്ടുണ്ട്. ഞാൻ LDF വന്നപ്പോഴും UDF വന്നപ്പോഴും ജയിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ തന്ന അനുഗ്രഹമാണ്, നിങ്ങളുടെ കാരുണ്യമല്ല. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ ജനങ്ങൾ കൈവിട്ടു എന്ന കാര്യം, ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനങ്ങൾ കൈവിട്ടു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഇടതുപക്ഷത്തിന്റെ കാരുണ്യം കൊണ്ട്, CPM-ന്റെയും CPI-യുടെയും കാരുണ്യം കൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ കുറച്ച് MLA-മാർ കിട്ടിയെന്നല്ലാതെ LDF-ന് നിങ്ങളെ കൊണ്ടെന്ത് നേട്ടം ഉണ്ടായി? നിങ്ങളെ കൊണ്ട് LDF-ന് ഒരു നേട്ടം ഉണ്ടായില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നിങ്ങൾ UDF നിൽക്കുകയായിരുന്നെങ്കിൽ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ മാണിയെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു, ഞങ്ങൾ തോമസ് ചാഴികാടനെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു. പക്ഷേ UDF വിട്ടപ്പോൾ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ആദരണീയനായ KM മാണി സാറിനെ ഞാൻ ആദരവോടെ ഓർക്കുന്നു. ആദരണീയനായ KM മാണി സാറും പ്രിയപ്പെട്ട PJ ജോസഫ് സാറും അന്തരിച്ച ആദരണീയനായ CF തോമസ് സാറും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരള കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിച്ചത് UDF വിട്ട് മുന്നോട്ട് പോയ നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്നുള്ളത് ഇന്ന് കാലം തെളിയിച്ചു. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സാർ, അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ പൊരുതി നേടിയ UDF-ന്റെ വിജയം ഈ നിയമസഭയിൽ ഒന്ന് പങ്കുവെച്ചില്ലെങ്കിൽ ഈ കഷ്ടപ്പാടിന് ഒരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. സത്യത്തിൽ സാർ, ഞാനതുകൊണ്ട് ധനാഭ്യർത്ഥന ഈ ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. സാർ, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജോ മൈക്കിൾ പറഞ്ഞു, അതാണ് അവസാനം പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു കേരളത്തിലെമ്പാട് റോഡല്ല എന്നതാണ്. നെല്ലിക്കുന്ന് കാസർഗോഡ് മുതൽ വന്നപ്പോൾ അദ്ദേഹം ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. സാർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്രവാർത്തകൾ, മാതൃഭൂമി, ദുരവസ്ഥയിൽ തലസ്ഥാനത്തെ സ്മാർട്ട് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ, സാർ ഒരു മിനിറ്റ്, തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ അനന്തമായി പലതും വർഷങ്ങളായി പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. തലസ്ഥാനത്തെ കാര്യമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നു പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ ദുരവസ്ഥയെന്ന് ഓർക്കുക. ഇത് മാതൃഭൂമി സാർ, അടുത്തത് ഈ നമ്മളെല്ലാ മണ്ഡലത്തിലും നോക്കാൻ പറ്റിയല്ലോ. നിർമ്മാണം പൂർത്തിയാകാതെ കുളമായ റോഡുകൾ, ഇത് കാണണം. ഇത് കുളമായ റോഡുകൾ, ഇത് മനോരമ, ഇത് കേരള കൗമുദി, ഇത് നമ്മുടെ കുതിരാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വാർത്ത കേരള കൗമുദി. അടുത്തത് അപകടമൊളിപ്പിച്ച ദേശീയപാത നിർമ്മാണം, തകർന്ന് തരിപ്പണമായ ദേശീയപാതയുടെ ചിത്രം. നമ്മുടെ പ്രിയപ്പെട്ട ആശയമല്ലേ കാണണം, ദേശീയപാതയുടെ ചിത്രം കൊടുക്കുന്നത്. അടുത്തത് പണിയിൽ ഉഴപ്പിയത് മരാമത്ത് വകുപ്പ്. മഴക്കാലപൂർവ്വ ശുചീകരണം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പൊതുമരാമത്ത് വകുപ്പ് ഉത്സാഹം കാട്ടിയില്ല. പണിയിൽ ഉഴപ്പിയത് മരാമത്ത് വകുപ്പ്. ഈ വർഷത്തെ വാർത്ത. സാർ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഇന്നത്തെ ദുരവസ്ഥ. സാർ, കേരളത്തിൽ ടൂറിസവും പൊതുമരാമത്തും, ടൂറിസത്തിന് ഇവിടെ ആളുകൾ പറഞ്ഞ റോഡ് നന്നാകണം, മെച്ചപ്പെട്ട റോഡുകൾ. കഴിഞ്ഞ ഒരു 5-10 വർഷമായി റോഡുകൾ നല്ല നിലയിൽ പരിപാലിച്ചു പോരുന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. എന്നാൽ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും റോഡുകൾ തകർന്നിരിക്കുകയാണ്. സാർ, ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ കരാറുകാരുടെ കുടിശ്ശിക തീർക്കണം. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഞാൻ വിനയപൂർവ്വം പറയട്ടെ, 2000 കോടിയിലധികം വരുന്ന കുടിശ്ശികയുടെ മുമ്പിൽ ഈ വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ധനകാര്യ വകുപ്പിന്റെ ഗുരുതരമായ അവസ്ഥ. ധനകാര്യ വകുപ്പ് ഇക്കാര്യങ്ങളിൽ പണം കൊടുക്കാൻ തയ്യാറാകാതെ ഉണ്ടാകുന്ന പ്രതിസന്ധി, ഇത് 2 വകുപ്പുകൾക്കും ഒരുപോലെ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിന് ഇന്നുള്ള കുടിശ്ശിക തീർക്കാൻ ധനകാര്യ വകുപ്പ് തയ്യാറാകാത്ത അവസ്ഥ. ഇവിടെ കീരിയും പാമ്പും എന്ന് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്തും മാത്രമല്ല, ഇവിടെ കീരിയും പാമ്പുമായി ധനകാര്യ വകുപ്പും മറ്റു വകുപ്പുകളും നിൽക്കുകയാണ്. അതുകൊണ്ട് LDF ഗവൺമെന്റ് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ
കരാറുകാരുടെ കുടിശ്ശിക തീർക്കാതെ വാട്ടർ അതോറിറ്റിയിൽ ഒരു കാര്യവും നടക്കിയില്ല, പൊതുമരാമത്ത് വകുപ്പിൽ ഒരു കാര്യവും നടക്കിയില്ല, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഒരു കാര്യവും നടക്കിയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് കൂട്ടായി തീരുമാനം എടുക്കണം, ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കണം സാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും കരാറുകാരുടെ കുടിശ്ശിക കൊടുത്തു തീർത്തുകൊണ്ട് ഇന്നത്തെ ഈ ദുരവസ്ഥ മാറ്റാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. ഇവിടെ കാലം തെറ്റിയുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനവും, അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണ രംഗത്ത് ഒരു പുതിയ പാറ്റേൺ പഠിക്കേണ്ടതായിട്ടുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. 2018 DSR ആണ് ഇപ്പോഴും PWD നിൽക്കുന്നത്. എങ്ങനെ വർക്ക് മുന്നോട്ട് പോകും? കമ്പിയുടെ, സിമെന്റിന്റെയും ടാറിന്റെയും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം വർക്ക് നടത്താൻ പറ്റുള്ളൂ. എസ്റ്റിമേറ്റ് 2018 ഇപ്പോൾ നിൽക്കുകയാണ്. ഇത് 2024 ആണ്. 2021 റേറ്റ് റിവിഷൻ പോലും നടന്നിട്ടില്ല. അതുകൊണ്ട് റേറ്റ് റിവിഷൻ അടിയന്തരമായി നടപ്പാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട കാര്യമാണ് സാർ. ഇതുപോലെയുള്ള കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ തലത്തിൽ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് നിർമ്മാണ രംഗത്ത് തൃപ്തികരമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സാർ. ഇവിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഇന്ന് CPI എറണാകുളം ജില്ലാ കൗൺസിലിന്റെ പ്രമേയം സ്വന്തം മന്ത്രിമാരെ തള്ളിപ്പറഞ്ഞ് CPI ജില്ലാ കൗൺസിൽ സ്വന്തം മന്ത്രിമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോരമ അതിൽ പറയുന്നു സ്വന്തം മന്ത്രിമാരുടെ ഇത് പൊതുമരാമത്ത് വകുപ്പിന് മോശം, നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിന് മോശം മാർക്ക് നൽകിക്കൊണ്ട് എറണാകുളം ജില്ലാ കൗൺസിൽ പറയുകയാണ്, ഭരണം കൊണ്ട് പാർട്ടിക്കോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. എറണാകുളം ജില്ലാ കൗൺസിൽ വിലയിരുത്തുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇവിടെ മോശമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം CPI പറയുന്നത് ഇത് ഒരു ജില്ലാ കൗൺസിൽ മാത്രമല്ല, ഒരുപാട് ജില്ലാ കൗൺസിലർ പറയാണ്. അതിന്റെ കാരണം അവർ അവസാനം പറയുന്നുണ്ട്, ഇത് CPIയുടെ വകുപ്പിനാണ് ഈ ചീത്തയെല്ലാം കേൾക്കേണ്ടി വരുന്നതെങ്കിലും സുഖാനം ഞാൻ പറയാം. അല്ല, അതിനകത്ത് തന്നെ പറയുന്നത് ധനകാര്യ വകുപ്പാണ്. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയം തീരുകയാണ്. യഥാർത്ഥ കുറ്റവാളി ധനകാര്യ വകുപ്പാണ്. ആ യഥാർത്ഥ കുറ്റവാളിയെ CPIയുടെ കൗൺസിലുകൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് CPI പാർട്ടി ഒറ്റക്കെട്ടായി ധനകാര്യ വകുപ്പിനെ പിടികൂടണം. നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോ ഇവിടെ ജോ മൈക്കിളും പറഞ്ഞു സാർ, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. നെല്ല് പക്ഷേ ഞാൻ ചോദിട്ടെ, വൈക്കത്തെ നെല്ല് സംഭരിച്ചതിന്റെ കാശ് കൊടുത്തില്ലല്ലോ. കടുത്തുരുത്തി കൊടുത്തില്ല, ഈ അങ്ങനാശ്ശേരി കൊടുത്തിട്ടില്ല, ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. നെൽ കർഷകൻ കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്തു. നീ ആത്മഹത്യ ചെയ്യണോ? ഈ കഴിഞ്ഞ മാർച്ച് മുതലുള്ള കാശ് കൊടുത്തിട്ടില്ല. ഇത് ആര് സമാധാനം പറയും? നിങ്ങൾ ഇവിടെ ഒച്ചെടുത്തിട്ട് കാര്യമില്ല, നമ്മൾ നാട്ടിൽ പോകണ്ടേ? പണം കൊടുക്കാതെ എന്ത് ബഡ്ജറ്റ് പാസ്സാക്കാനാണ്? നിങ്ങളിത് പാസ്സാക്കി തരണമെന്ന് പറയുന്നു. നെൽകൃഷിക്കാരന് പണം കൊടുക്കുന്നില്ല, റബ്ബർ കൃഷിക്കാരന് പണം കൊടുക്കുന്നില്ല. ഈ ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ? കഴിഞ്ഞ വർഷത്തെ നെല്ല് സംഭരിച്ചതിന് കൊടുത്തില്ല, അപ്പർ കുട്ടനാട്ടിൽ കൊടുത്തില്ല. തോമസ് ഉണ്ടല്ലോ കുട്ടനാട്ടിൽ, അങ്ങ് കേൾക്കുന്ന എല്ലാ സ്ഥലത്തും നെൽ കർഷകരുടെ പണം കൊടുക്കാൻ ഗവൺമെന്റ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മുടെ റേഷൻ കടകളിൽ കഴിഞ്ഞ കിറ്റ് കൊടുത്തതിന്റെ പണം പോലും റേഷൻ കടക്കാർക്ക് കൊടുത്തിട്ടില്ല. സമയക്കുറവ് കൊണ്ട് നിർത്തുകയാണ്. പൊതുവിതരണ മേഖല പരിപൂർണമായിട്ടും തകർന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. സപ്ലൈകോ സാധനങ്ങളില്ല. റേഷൻ കടയിൽ ഇ-പോസ് സംവിധാനം പരിപൂർണ പരാജയം. ഇതുപോലെ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇത് തിരുത്തുവാൻ ബന്ധപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണമെന്ന് 9 മിനിറ്റ് എടുക്കാം.